ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ സുഖമായിട്ടിരിക്കല്ലേ എല്ലാവരും? അപ്പൊ ഞാൻ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിന്റെ 10ാമത്തെ ദിവസമാണ്. 10 ദിവസമായി നമ്മൾ സ്കിൻ കെയർ ചലഞ്ച് തുടങ്ങിയിട്ട്. അപ്പൊ എല്ലാവരും ഒരേപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്ന് വിചാരിക്കണം. അപ്പൊ ഇന്നും കൂടി നമ്മൾ സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. എന്താന്ന് വെച്ചാൽ നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ കാണിച്ചിട്ടില്ല. അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ട് വേണം നമ്മൾക്ക് പിമ്പിൾസ് ട്രീറ്റ്മെന്റ്, ഫ്രക്കിൾസ് ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ കരിമംഗല്യത്തിന് വേണ്ടിയിട്ടുള്ളത്, അതേപോലെ നമ്മുടെ സ്കിൻ വൈറ്റനിങ് പാക്കുകളൊക്കെ കാണിക്കാനായിട്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ബേസ് ആണ്. ഞാൻ ഇത്രയും ദിവസം കാണിച്ചിരുന്നത് നമ്മുടെ സ്കിൻ കെയറിലെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതും കൂടി ഉണ്ട്, അതിൽ ഉൾപ്പെടുന്നതാണ് നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇന്നും കൂടി ഉണ്ട്. അപ്പൊ ഇതും കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തുടങ്ങാനായിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, എന്റെ പേര് രോഷിനി എന്നാണ്. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഒരു കുഞ്ഞു ബെൽ ബട്ടൺ എന്തായാലും വരും. അപ്പൊ അതെന്തായാലും ഇനബിൾ ചെയ്യണം. അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ, നമ്മുടെ ചാനലിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വേഗം തന്നെ കിട്ടും. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാക്ക് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അതായത് നെല്ലിക്ക പൊടിയാണ്, വേറെ ഒന്നും വേണ്ട. നെല്ലിക്കയുടെ പൊടി നമുക്കൊരു 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങാടി കടയിൽ നിന്നോ ആയുർവേദ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും നെല്ലിക്കയുടെ പൗഡർ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെല്ലിക്കയുടെ പൗഡർ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കണമെങ്കിൽ നെല്ലിക്ക മേടിച്ചിട്ട് ഉണക്കിയിട്ട് പൊടിക്കാനൊക്കെ പറ്റും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ റോസ് വാട്ടറാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇത് മിക്സ് ചെയ്യാൻ പാകത്തിന് എടുക്കാം. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ ഏതാണ് നിങ്ങൾക്ക് ചേരുക എന്ന് വെച്ചാൽ അത് എടുക്കാം. അതായത് നമുക്കിപ്പോൾ ഏതാ സ്കിന്നിൽ ഇപ്പോൾ ചേരുക എന്നറിയില്ല. അപ്പോൾ എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ റോസ് വാട്ടർ എടുത്തു. നിങ്ങൾക്ക് ഇനിയിപ്പോൾ വേണമെങ്കിൽ പൊട്ടറ്റോ ജ്യൂസ് എടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ലെമൺ എടുക്കണമെങ്കിൽ അതെടുക്കാം ജ്യൂസ്. അതേപോലെ തന്നെ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഉണ്ടെങ്കിൽ അതെടുക്കാം. അതേപോലെ തന്നെ അങ്ങനെ ഏതുള്ളതെന്ന് വെച്ചാൽ മോരോ തൈരോ അങ്ങനെ നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവണത്, പാൽപ്പാടയോ ഒക്കെ എടുക്കാം. ഡ്രൈ സ്കിൻ ആണെങ്കിൽ പാൽപ്പാട അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ. തൈരൊക്കെ എടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് വളരെയധികം ബെനിഫിറ്റ് ഉള്ള ഒരു പാക്കാണ് നമ്മുടെ സ്കിന്നിന്. നൈറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് ഇടുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിറ്റമിൻ സി ആണ്. അതേപോലെ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ടിട്ട് നമ്മൾ സൂര്യപ്രകാശമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ പെട്ടെന്നൊന്നും കറുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രാത്രി ഇട്ട് കൊടുക്കുക. രാത്രി ഇട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിറ്റമിൻ സിയുടെ സീറോ ഒക്കെ ഇടുന്ന ഒരു പവറാണ് നമുക്ക് കിട്ടുക. നമ്മുടെ ആ ഒരു ഗ്ലൂട്ടാത്തിയോണ്ടൊക്കെ ഒരു പവർ നമുക്ക് കിട്ടും നമ്മുടെ സ്കിന്നിന്. അതേപോലെ തന്നെ സ്കിൻ നല്ല റീഫ്രഷ് ആവാനും സ്കിന്നിൽ നിന്ന് പാടുകൾ മാറാനും അതുപോലെ തന്നെ പിമ്പിൾസ് വരാതിരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഗതിയാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ തുടങ്ങിയിട്ട് 5 മിനിറ്റ് വരെ അത് വെക്കുക. അപ്പോൾ അതൊന്ന് മിക്സ് ആവും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് പാക്കാണെങ്കിലും തയ്യാറാക്കിയിട്ട് 2 മിനിറ്റ് അല്ലെങ്കിൽ തുടങ്ങിയിട്ട് 5 മിനിറ്റ് വരെ ജസ്റ്റ് ഒന്ന് വെക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഇരട്ടിയായിട്ട് കിട്ടുക. ഏത് പാക്കാണെങ്കിലും അങ്ങനെ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെച്ചാൽ തന്നെ അതൊന്ന് കുതിരാനും കൂടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും ആ ഒരു പാക്ക് മിശ്രിതം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഫേസ് പാക്ക് ഇടാം. ആ ഫേസ് പാക്ക് ഇടുന്നതിന് മുൻപ് നമുക്ക് ഫേസ് വാഷ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ നമ്മൾ പകലൊക്കെ എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് എന്തെങ്കിലും ഓയിൽ വെച്ചിട്ട് അങ്ങനെ നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യാം. നമ്മുടെ ഫേസ് വാഷ് പൗഡർ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി തുടങ്ങിയിട്ട് ഞാൻ എല്ലാ ഇടുന്ന വീഡിയോയിലും ഫേസ് വാഷ് പൗഡർ, അതുപോലെ തന്നെ നമുക്ക് ഡെയിലി ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ, ബാത്ത് പൗഡർ, അതേപോലെ തന്നെ അത് പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് താഴെ കൊടുക്കാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ, മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ഒക്കെ താഴെ കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കി കഴിഞ്ഞാൽ ഡെയിലി ചെയ്യാൻ പറ്റുന്ന ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേഗം തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കൊടുക്കാം. അപ്പൊ നമ്മൾ നന്നായിട്ടൊന്ന് ഫേസ് വാഷ് പൗഡർ ഇട്ട് വാഷ് ചെയ്യും. അപ്പൊ ഞാൻ ഓൾറെഡി വാഷ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ടോൺ ചെയ്യുന്നതിന് മുൻപ് നമ്മളൊരു ഫേസ് പാക്ക് ഇടാണ്. അപ്പൊ സത്യത്തിൽ ഈ ഫേസ് പാക്ക് ഇതിനെ ഇടുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അടുത്ത ദിവസം തുടങ്ങിയിട്ട് പിമ്പിൾസ് ട്രീറ്റ്മെന്റും ഫ്രക്കിൾസ് ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ നമ്മുടെ കരിമംഗല്യത്തിനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളവർ ശരിക്കും പറഞ്ഞാൽ നമ്മള് പകല് ഞാൻ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫേസ് പാക്കുകൾ കാണിക്കുന്നുണ്ട് ഇനി വരുന്ന ദിവസങ്ങൾ. അപ്പൊ പലരും പകലായിരിക്കും ചെയ്യുക. ഇനിയിപ്പോ അത് ടൈമില്ലാത്തൊരു രാത്രി ആയിരിക്കും ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഫേസ് പാക്ക് ഒഴിവാക്കാട്ടോ രാത്രി ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പകലാണ് ഫേസ് പാക്ക് ഇടുന്നത് കൊണ്ടാണ് രാത്രി ഇങ്ങനെ ഒരു ഫേസ് പാക്ക് ഞാൻ ഇടുന്നത് കേട്ടോ. ഇനിയിപ്പോ ഞാൻ ഈ ഫേസ് പാക്ക് ഇടുന്ന ടൈമില് നിങ്ങൾക്ക് ഫ്രക്കിൾസിന്റെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിമ്പിൾസിന്റെ ബുദ്ധിമുട്ടോ അതുപോലെ തന്നെ കരിമംഗലത്തിന്റെ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഫേസ് പാക്ക് ഇടണം. അത് നമ്മൾ മാറ്റിയെടുക്കാനുള്ള ഫേസ് പാക്ക്. അപ്പൊ ഇത് തന്നെ ഇടണമെന്നില്ല. ഞാൻ കാണിക്കുന്ന നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഞാൻ കാണിക്കുന്ന ഫേസ് പാക്ക് നിങ്ങൾ ഇടാൻ ശ്രമിക്കുക. ഇതന്നെ ഇടണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കുന്ന ഫേസ് പാക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കുന്ന അത് വേണം ഇടാനായിട്ട് ഇതിന് പകരം. അപ്പൊ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ഫേസ് പാക്ക് ഇടുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇടാം. ഫേസ് പാക്ക് കംപ്ലീറ്റ് ഇട്ട് കൊടുക്കാം.
അപ്പോൾ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ പകലൊരു പാക്ക് ഇട്ടതുകൊണ്ട് നമുക്ക് രാത്രി ഏകദേശം നമുക്ക് ഒരു 20 മിനിറ്റോളം നിൽക്കേണ്ട കാര്യമില്ല. ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ നമുക്കിത് കഴുകാം. കാരണം നമ്മളൊരു പാക്ക് ഇട്ടിട്ട് അത്യാവശ്യം നമുക്ക് ആ ഒരു ഫേസിൽ ആ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏകദേശം ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഞാൻ സാധാരണ പറഞ്ഞ പോലെ നന്നായിട്ടൊന്ന് വെള്ളം കൊണ്ട് അതിനെ കുതിർത്താം. അതിന് ശേഷം അതിങ്ങനെ അടർത്തിയെടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ തുടച്ചെടുക്കുകയാണ് കേട്ടോ, ഉണങ്ങാത്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് ആ റിസൾട്ടും കൂടി കാണാം. അപ്പോൾ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും നമ്മളിത് ഡെയിലി ചെയ്യുമ്പം. നമ്മുടെ ആയുർവേദിക് ഗ്ലൂട്ടാത്തിയോണാണ് നമ്മുടെ ഈ ഒരു നെല്ലിക്ക പൗഡർ. വിറ്റമിൻ സി ധാരാളം ഉണ്ട്. നമ്മുടെ സ്കിൻ ലൈറ്റനിങ്ങിനും സ്കിന്നിലെ പാടുകളും ഡിസ്കളറേഷനും അതുപോലെ തന്നെ മൗത്തിന് ചുറ്റുമുള്ള പാട്, മൂക്കുമുള്ള കറുത്ത പാട്, അതേപോലെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് സംഗതിയൊക്കെ മാറും. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ, അതായത് നമുക്ക് വരില്ലേ ഏജിങ്ങിൻ്റെ പ്രോബ്ലം ആയിട്ട്, ഏജിങ്ങിനെ സംബന്ധിച്ചിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ വരാതിരിക്കാനും അത് മാറാനും അതുപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു റിലാക്സും അതുപോലെ തന്നെ റീഫ്രഷൊക്കെ കൊടുക്കുന്ന സംഗതിയാണ് നെല്ലിക്ക പൗഡർ. അപ്പോൾ ഇത് ഞാൻ കുറേ കാലമായിട്ട് ഇടുന്നതാണ്. അപ്പം ഇതുപോലെ രാത്രി അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ത്രിഫല പൗഡറും കൂടി ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ത്രിഫല പൗഡറിൽ നെല്ലിക്ക ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അതും മേടിച്ചിടണമെങ്കിൽ അങ്ങനെ ഇടാം. പക്ഷേ ഞാനെപ്പോഴും നെല്ലിക്ക പൗഡറാണ് ഇടുക. കാരണം അത് ഇടുമ്പോൾ രാത്രി ഇടാം കേട്ടോ. കാരണം വിറ്റമിൻ സി ആണ്. ഇതിട്ടിട്ട് നമ്മൾ വെയിലുള്ളാനൊന്നും പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാത്രി ഇടാം. അപ്പോൾ യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല നമുക്ക് ഈ ഒരു കാര്യം നമ്മുടെ സ്കിന്നിൽ ഇട്ടാൽ. പിന്നെ ഇതിൽ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഏതാണ് സ്യൂട്ടായെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വെക്കുക. അതായത് നമ്മുടെ ആ ഒരു സ്കിന്നിൽ അബ്സോർബായിട്ട് പോട്ടെ വെള്ളമൊക്കെ. അതിന് ശേഷം നമുക്കൊരു ടോണറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുൻപ് ഫേസ് പാക്കിൽ പറയുന്ന വൈറ്റനിങ് ഫേസ് പാക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ആ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്യുക. ഇതിൽ നമ്മൾ നൈറ്റ് സ്കിൻ കെയർ ആണ്, നമ്മുടെ എന്നത്തെയുള്ള ഒരു ഡെയിലി റുട്ടീനിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന കാര്യമാണ് ഈ ഒരു കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഡെയിലി സ്കിൻ കെയറിൻ്റെ ബേസാണ്. അപ്പോൾ ഈ ബേസ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയാൽ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. ഇതൊന്നും ചെയ്യാതിരിക്കുന്ന ആ ഒരു സ്കിന്നിലേക്ക് നല്ല നല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെല്ലുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ നമുക്ക് കിട്ടും കേട്ടോ. പിമ്പിൾസിന് മാറ്റം വരും, അതേപോലെ സ്കിന്നൊന്നും നല്ലൊരു ടോണ്ടാവും, അതുപോലെ തന്നെ സ്കിന്ന് നല്ലൊരു ഫ്രഷ് ലുക്കൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഞാൻ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് ഉണങ്ങാൻ വെക്കാം. ജസ്റ്റ് ഒരു പേപ്പറൊക്കെ ജസ്റ്റ് ഒന്ന് വീശി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഉണങ്ങാൻ, വെള്ളം തുടച്ചെടുക്കൊന്നും വേണ്ട. അതിന് ശേഷം നമുക്കൊരു ടോണർ, അപ്പോൾ ടോണർ ഞാൻ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, നമ്മുടെ അലോവേരയുടെ ടോണർ. അത് നമുക്ക് പുറത്ത് വെച്ച് തന്നെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ടോണർ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ അതും നമുക്ക് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു സിറമാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഓയിലാണ് നമ്മൾ ഇട്ട് കൊടുക്കാറ്, അതിന് പകരം നമ്മൾ സിറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ സ്കിന്ന് നന്നായിട്ട് ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ ടോണറാണ്. അപ്പോൾ ടോണർ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്, നമ്മുടെ അലോവേര ടോണർ. നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ടോണറാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് അബ്സോർബായി പോവും. അതിന് ശേഷം നമുക്ക് ജസ്റ്റ് നമ്മൾ ഓയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ ഞാൻ പറയാറില്ല. അപ്പൊ നമ്മൾ എന്തായാലും നമ്മൾ പകലിപ്പോൾ ഒരു പാക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെന്തായാലും നമ്മൾ ചെയ്യില്ല. ആ ഒരു സെക്ഷൻ വൈറ്റനിങ് പാക്കുകളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ചെയ്യുക വൈകുന്നേരം. ഇപ്പൊ പാക്ക് ഇടുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞ മെത്തേഡിൽ ചെയ്യാം കേട്ടോ. ഇപ്പൊ പകലൊന്നും പാക്ക് ഇട്ടിട്ടില്ല, എന്നോട് കുറച്ച് പേര് പറഞ്ഞു രാത്രിയാണ് വന്നിട്ട് ഈ പാക്ക് ഉപയോഗിക്കാറെന്നുള്ളത്. അപ്പൊ രാത്രി ഇടാൻ ആയുർവേദത്തിൽ പറയുന്നുണ്ട് രാത്രി ഇടാൻ പാടില്ല എന്നൊക്കെ. പക്ഷെ നമുക്ക് വേറെ നിവർത്തിയില്ലെങ്കിൽ നമുക്കത് ചെയ്തല്ലേ പറ്റൂ രാത്രി എന്തായാലും. അപ്പോൾ ഇടാം. പിന്നെ നമുക്ക് ഇപ്പൊ ഞാൻ വിറ്റമിൻ സിയുടെ ഒരു പൗഡർ, അതായത് നമ്മുടെ നെല്ലിക്കയുടെ പൗഡർ ഇട്ടതിന്റെ കാരണം ഇത് നമ്മുടെ പിമ്പിൾസ് മാറാനും സ്പോട്ട് കറക്റ്റ്, അതായത് നമ്മുടെ പാടുകളുണ്ടെങ്കിൽ മാറാനൊക്കെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും രാത്രി പാക്ക് ഇടുന്നതാണ് നല്ലത്. പിമ്പിൾസ് മാറി പിറ്റ് എടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചിലവർക്ക് നല്ലോണം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് വേണമെങ്കിൽ കിടക്കാം. പക്ഷെ പാക്ക് ഇട്ട് കിടക്കുമ്പോൾ എന്ന് പറഞ്ഞാല് ജസ്റ്റ് ആ ഒരു സ്പോട്ടിൽ മാത്രം ഇടാനും നല്ലത്. കാരണം ഫേസിൽ കംപ്ലീറ്റ് പാക്ക് ഇട്ട് എടുക്കുമ്പോൾ നമ്മുടെ ആ സ്കിൻ നന്നായിട്ട് നമ്മൾ രാവിലെ അല്ല പിന്നെ എണീറ്റ് വാഷ് ചെയ്യും. അപ്പൊ അങ്ങനെ ചുളിഞ്ഞാകൊരു ഡെയിലി ചെയ്തുകൊണ്ട് വരുമ്പോൾ അങ്ങനെ ചുളിയാനും റിങ്കിൾസ് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് രാത്രി പെട്ടെന്ന് പിമ്പിൾസ് മാറണമെങ്കിൽ നമ്മൾ ആ ഒരു എന്തെങ്കിലും മിക്സ് ആണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് പിമ്പിൾസുമ വെച്ചിട്ട് കിടക്കുക, അല്ലെങ്കിൽ പാടുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് കിടക്കുക. അങ്ങനെ അപ്പൊ എന്തായാലും അതിന്റെ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ ടോണർ, നമ്മൾ ഈ സംസാരിക്കുന്ന നേരം ടോണർ ഉണങ്ങിയിട്ടുണ്ട്. അപ്പൊ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു സിറമാണ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഓയിൽ ഇടുന്നതിന് പകരമാണ് ഇപ്പൊ നമ്മൾ ഈ സിറം ചെയ്യുന്നത് കേട്ടോ. അതാ കണ്ടില്ലേ. അപ്പൊ ഈ സിറം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഏതൊക്കെ ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടാണ് നമുക്ക് നോക്കാം കേട്ടോ.
അപ്പൊ നമുക്ക് 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് വന്നിട്ട് ഇതാണ് നമ്മുടെ ആ ഒരു സിറം നമ്മൾ രാത്രി ഇടാൻ പോണത്. അപ്പൊ ഇത് വന്നിട്ട് നമുക്ക് സ്പോട്ട് കറക്റ്ററും അതുപോലെ തന്നെ നമ്മുടെ പിമ്പിൾസ് റെഡ്യൂസ് ചെയ്യാനും പിമ്പിൾസിന്റെ പാട് മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഫ്രെക്കിൾസ് കുറയാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ആദ്യം വേണ്ടത് നമ്മുടെ വേപ്പെണ്ണയാണ്. അപ്പൊ ഇത് നമുക്ക് അങ്ങാടി കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇതുപോലൊരു ബോട്ടിൽ മേടിച്ച് നമുക്ക് ഏകദേശം ഒരു കൊല്ലത്തോളം ഉപയോഗിക്കാം. എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെ ഉപയോഗിക്കാം. അതേപോലെ തന്നെ പിന്നെ കരിഞ്ജീരകമാണ്. അപ്പൊ കരിഞ്ജീരകം എന്തായാലും നിങ്ങൾ മേടിച്ച് വെക്കുക. നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന സംഗതിയാണ്. അപ്പൊ ഇത് വേണം. പിന്നെ ഇതിലേക്ക് ഞാൻ പിന്നെ ചേർത്തിട്ടുള്ളത് കൊക്കോ വിനിഗർ ആണ്. അപ്പൊ കൊക്കോ വിനിഗർ ഇത് രണ്ടും നമ്മൾ സെയിം അളവിൽ എടുക്കുക. കൊക്കോ വിനിഗർ ഏകദേശം ഒരു 1/2 സ്പൂൺ എടുക്കുക. അപ്പൊ അതില്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ സൈഡർ വിനിഗർ എടുക്കാം. ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാനാണ് എടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു സിറം 2 ഡ്രോപ്പ് മതി കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് എന്റെ ഓയിലി സ്കിന്നാണ്, അതുകൊണ്ട് അധികം ഒന്നും ഇടില്ല. 2 ഡ്രോപ്പ് ജസ്റ്റ് ഇങ്ങനെ എടുക്കും. അത് 2 ഡ്രോപ്പ് എടുക്കുക. അപ്പൊ നിങ്ങൾക്കാണെങ്കിലും അങ്ങനെ മതി കേട്ടോ. അപ്പൊ 2 ഡ്രോപ്പ് എടുക്കുക. ഇത് സിറമാണ്. ഇനിയിപ്പോ നിങ്ങൾ സ്വർണ്ണ ക്രീം അങ്ങനെ വല്ലതും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്നും ചെയ്യണ്ട കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത് വൈറ്റനിങ് ക്രീമാണ്. അപ്പൊ വൈറ്റനിങ് ക്രീമുകൾ ഇടുമ്പോൾ വേറെ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് അതന്നെ ഇട്ടാൽ മതി കേട്ടോ. അതുപോലെ മറ്റുള്ള ക്രീം, അതിപ്പോ സ്പോട്ട് കറക്റ്റ് ക്രീം, അതുപോലെ തന്നെ ഞാൻ കാണിച്ചു സാഫ്രോസൺ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ അങ്ങനത്തെ വല്ലതാണ് നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാനുണ്ട്, പ്രശ്നമില്ല. ഇത് ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്കിന്നൊന്ന് മോയ്സ്ചറൈസ്, അത്രേ ഉള്ളൂ. 2 ഡ്രോപ്പ് എടുത്തിട്ടുള്ളൂ, ജസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതും നല്ലൊരു സ്പോട്ട് കറക്റ്റർ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വരാതിരിക്കാനും ഇനി പിമ്പിൾസ് ഉണ്ടെങ്കിൽ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സിറം. നന്നായിട്ട് ഇരിക്കില്ല കേട്ടോ ഫേസ്. ഇനിയിപ്പോ നിങ്ങൾക്ക് അടുത്തത് വേണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ക്രീം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഇതിന്റെ മുകളിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ഇത് നന്നായിട്ട് അബ്സോർബ് ആയിട്ട് 2 ഡ്രോപ്പ് എടുത്താൽ മതി. അതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് കേട്ടോ. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി നമുക്കൊരു അണ്ടർ ഐ ക്രീമാണ്. അപ്പൊ ഞാൻ കാണിച്ചിട്ടുണ്ട് അണ്ടർ ഐ ക്രീം ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടില്ലേ, ഉള്ളി കാണിച്ചാൽ കേട്ടോ, അത്രേ ഉള്ളൂ. അണ്ടർ ഐ ക്രീമാണ്. അപ്പൊ ഇത് ജസ്റ്റ് നമുക്ക് കുറച്ചെടുത്തിട്ട് നമ്മുടെ കണ്ണിന്റെ ആ ഒരു ചുറ്റും ജസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇത് നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഞാൻ എന്റെ കണ്ണിന് നന്നായിട്ട് തടിച്ചിട്ടുണ്ടായിരുന്നു കണ്ണിന്റെ അടിയിൽ, അപ്പൊ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് എന്തായാലും പറഞ്ഞോളൂ. ജസ്റ്റ് നമ്മുടെ ഈ ഒരു മോതിരവിരൽ എടുക്കുക, കണ്ണിന്റെ ചുറ്റും ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് അതിനൊന്ന് കണ്ണിന് ചുറ്റും ഇങ്ങനെ ഒന്ന് റൗണ്ടില് സർക്കുലർ മോഷനിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പതുക്കെ മസാജ് ചെയ്തിടാം. അപ്പൊ നല്ലൊരു അണ്ടർ ഐ ക്രീം ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമ്മുടെ കണ്ണിന്റെ അടിയിൽ കറുപ്പ് വരുന്നതിനും അതുപോലെ തന്നെ കണ്ണിന്റെ അടി ഇങ്ങനെ പഫിനെസ് തൂങ്ങി വെക്കില്ലേ, അതൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടത്. ഇട്ട് കൊടുക്കാം. അപ്പൊ അത് കഴിഞ്ഞു. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ ഞാൻ കാജൽ ഞാൻ ഇപ്പൊ കാണിക്കണില്ല, കാരണം ഞാൻ ഇതുവരെ വീഡിയോ ഇട്ടിട്ടില്ല ഇതിന്റെ. അപ്പൊ ഞാൻ വെറുതെ കാണിച്ചിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കാണിക്കണില്ല, ഞാൻ തയ്യാറാക്കും. അപ്പൊ കാജൽ ഉണ്ടാക്കുന്ന വീഡിയോ, അതായത് നമ്മുടെ കണ്ണിന് കുളിർമ കിട്ടാനും കാഴ്ച കിട്ടാനും കണ്ണിന് നല്ല തെളിച്ചം കിട്ടാനൊക്കെ നമുക്ക് ആയുർവേദിക് കാജല് നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഇടൊന്നും വേണ്ട. ഇതുപോലെ രാത്രി കണ്ണിൽ എഴുതാനും പിന്നെ രാവിലെ നമ്മൾ ജസ്റ്റ് വീട്ടിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് കണ്ണിന്റെ ഉള്ളിൽ എഴുതി കൊടുക്കാനൊക്കെ നമുക്ക് കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാജലിന്റെ വീഡിയോ ഞാൻ ഇടാം. അപ്പൊ അത് നമുക്ക് രാത്രി എഴുതി കൊടുക്കാട്ടോ കണ്ണിൽ. അപ്പൊ എന്തായാലും ഞാൻ അടുത്തന്നെ ഇടാട്ടോ. ഈ സ്കിൻ കെയർ റുട്ടീന്റെ പറ്റെങ്കിൽ അതിന്റെ ഇടയിൽ ഇടാം, ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടിടാം. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ലിപ് കെയർ ആണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോ അണ്ടർ ഐ ക്രീം നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ കാണിക്കാം. അരോമ മാജിക്കിന്റെ അണ്ടർ ഐ ക്രീം ആണ്. അപ്പൊ ഇത് ഞാൻ മുൻപ് വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് വന്നിട്ട് 195 രൂപയാണ്. അപ്പൊ ഓഫറിന് മേടിച്ചപ്പോ എനിക്ക് അതിലും കുറവാ കിട്ടിയത്. അപ്പൊ ഇത് നല്ല അണ്ടർ ഐ ക്രീം ആണ് കേട്ടോ. നല്ല എന്താ പറയുക, അതുപോലെ തന്നെ ആയുർവേദിക് ആണ്. നമ്മുടെ കണ്ണിന് നല്ല റിഫ്രഷ് ആയിരിക്കാനും ആ ഒരു കണ്ണിന് ചുറ്റുള്ള കറുപ്പ് മാറാനും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കാം. അണ്ടർ ഐ ക്രീം ആയിട്ട് നമുക്ക് ഇടാം. ഇതിൽ കംപ്ലീറ്റ് പാരബനും കാര്യങ്ങളൊന്നും ഇല്ല. കംപ്ലീറ്റ് നമുക്ക് ആയുർവേദിക് ആയിട്ടുള്ള അണ്ടർ ഐ ക്രീം ആണ്. അത് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. ലിപ് ലൈറ്റനിങ് ഓയിൽ ഇതാണ് കേട്ടോ. ഇത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ബെസ്റ്റ് ആണ്. നമുക്ക് പകല് നമ്മുടെ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതൊരു എണ്ണയുടെ പോലെ, എണ്ണയിലാണ് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ജസ്റ്റ് ഇങ്ങനെ റോളാണ് കേട്ടോ. കണ്ടോ, റോളർ പോലെയാണ്. അപ്പൊ ഇതെങ്ങനെയാണ് വരിക. അപ്പൊ ഇത് പകലിട്ട് കൊടുക്കാം. അപ്പൊ രാത്രി ആവുമ്പോ ഇത് മോയ്സ്ചറൈസിങ് നിൽക്കില്ല, ജസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിഞ്ഞു പോകും. അപ്പൊ ചുണ്ട് വീണ്ടും കുറച്ചൊന്ന് ഡ്രൈ ആവും. അപ്പൊ നമുക്ക് പകലാവുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യാം. രാത്രി ആവുമ്പോൾ നമുക്ക് അത് പറ്റില്ലല്ലോ. നമ്മള് കിടക്കുമ്പോ ഇട്ടിട്ടുള്ളത് രാവിലെ വരെ ഒരു മോയ്സ്ചറൈസിങ് നിൽക്കണ്ടേ.
ആ ഒരു മോയ്സ്ചറൈസിങ് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശതദാവത ഘൃതം ബെസ്റ്റ് ആണ് കേട്ടോ. ഇല്ലെങ്കിൽ അനൂസ് ഹെർബ്സിന്റെ ഞാൻ നമ്മുടെ ലിപ് ബാം കാണിച്ചു അതിടാം. അപ്പൊ ഞാനത് ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ പുറത്തേക്കൊക്കെ പോകുമ്പോഴാണ് ആ ലിപ് ബാം നമ്മുടെ ലിപ്സ്റ്റിക് ഇടുന്ന മുന്നിട്ട് കൊടുക്കാറുണ്ട്. ഇത് രാത്രി എന്തായാലും ഇടാറുണ്ട്, രാത്രി ഇടും. അപ്പൊ ഇത് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടില്ല. ഇതിന്റെ തന്നെ ഞാൻ ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറെ പേർക്ക് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് തന്നെ ഇതിന്റെ ഒരു വീഡിയോ കേട്ടോ. നമ്മുടെ സ്കിൻ കെയറിൽ കുറെ പേർക്ക് ലിപ് ലൈറ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. ലിപ്പ് നമ്മുടെ ചുണ്ടിലുണ്ടാവുന്ന കറുപ്പ് മാറാനൊക്കെ. അപ്പൊ ഞാനും കുറെ നാളായി ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. അതായത് ബോട്ടിലല്ല, ട്യൂബ് ഞാൻ കുറെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഏകദേശം കഴിയാറാക്കി ഞാൻ അപ്പം മേടിക്കും പുതിയത്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇതൊരു നെയ്യാണ്, ഗീയുടെ ടേസ്റ്റ് ആണ്. അപ്പൊ ഇത് ഉപയോഗിച്ചവരുണ്ടെങ്കിൽ എന്തായാലും റിസൾട്ട് പറയാം. നമ്മുടെ താഴത്ത് പറഞ്ഞോളൂ കേട്ടോ, ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത്. കുറെ നാളായിട്ട് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ അത്യാവശ്യം നമുക്ക് കുറച്ച് നാൾ അടുപ്പിച്ച് ഉപയോഗിക്കണം റിസൾട്ട് കിട്ടണമെങ്കിൽ. എങ്കിലും ജസ്റ്റ് ഒരു സോഫ്റ്റ്നെസ്സും മോയ്സ്ചറൈസിംഗ് ഒക്കെ വന്നിട്ടുണ്ടാവും, വ്യത്യാസം വന്നിട്ടുണ്ടാവും ചുണ്ടിന്. അപ്പൊ എന്തായാലും നിങ്ങൾ ആ റിസൾട്ട് പറഞ്ഞോളൂ കേട്ടോ. അപ്പൊ ഞാൻ ഇതെന്തായാലും ജസ്റ്റ് എടുക്കാം. അപ്പൊ ഇത് നമ്മുടെ ഗീ വന്നിട്ട് നെയ്യിനെ 100 പ്രാവശ്യം വാഷ് ചെയ്തിട്ട് വരുന്ന ഒരു മിശ്രിതമാണ് ഇതിലുള്ളത്, വേറെ ഒന്നുമില്ല. അപ്പൊ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഇട്ടെടുക്കാം. അപ്പൊ ഇത് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇത് വന്നിട്ട് ഭയങ്കര തുച്ഛമായ വിലയുള്ളൂ, 60 രൂപ. അതെ, 60 രൂപയുള്ളൂ. അപ്പൊ നമ്മള് ഭയങ്കരമായിട്ട് വില കൊടുത്ത് ലിബാമൊക്കെ മേടിക്കാനായിട്ട് പറ്റാത്തവർക്ക് ഇത് നല്ലതാണ്. നമുക്ക് ആയുർവേദ കടയിൽ നിന്ന് കിട്ടും, എല്ലാ ആയുർവേദ കടയിൽ നിന്നും കിട്ടും. ചിലപ്പോൾ നമുക്ക് ബോട്ടിലായിട്ട് കിട്ടും, ചിലപ്പോൾ നമുക്ക് ട്യൂബായിട്ട് കിട്ടും. ട്യൂബായിട്ട് കിട്ടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ യെല്ലോ കളറുള്ളത് മേടിക്കും കേട്ടോ. വൈറ്റ് ആയിട്ടുള്ളത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല. യെല്ലോ കളറുള്ളത് മേടിക്കാൻ ശ്രമിക്കും കേട്ടോ. അപ്പൊ ഇത്ര ഉള്ളൂ. ഇനി നമുക്ക് ഇങ്ങനെ ജസ്റ്റ് മുടി കെട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മുടെ സ്കിൻ കെയർ ഇത്രയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് പാക്ക് ഇടുന്ന കാര്യം അത് ഓപ്ഷണൽ ആണ്, നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ലിപ് ലൈറ്റനിങ്ങിന്റെ ആ ഒരു ക്രീമില് നമ്മുടെ ശതദാവത ഘൃതം, അതിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ എന്തായാലും അത് മിസ് ചെയ്യാതെ കാണുക, ആവശ്യമുള്ളവർക്ക് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. പിന്നെ അടുത്ത ദിവസം തുടങ്ങിയിട്ട് നമ്മുടെ പിമ്പിൾ ട്രീറ്റ്മെന്റ്സ്, അതുപോലെ തന്നെ ഫ്രക്കിൾ ട്രീറ്റ്മെന്റ്സും, അതുപോലെ തന്നെ നമ്മുടെ വൈറ്റനിങ് ക്രീം, നമ്മുടെ ഫേസിൽ ഉപയോഗിക്കേണ്ട വൈറ്റനിങ് പാക്ക് ഒക്കെ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.